ഹായ്, നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീടിൻ്റെ ഭംഗി കാണിക്കുന്ന ഒരു പ്രധാന മേഖലയാണ് നമ്മുടെ വീടിൻ്റെ ഇൻ്റർലോക്ക് അഥവാ മുറ്റത്ത് ഇൻ്റർലോക്കിന് നമ്മൾ ഒരു തവണ ഇൻ്റർലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു കളർ തന്നെ ആയിരിക്കും. പെട്ടെന്ന് മാറ്റം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ്റ് ചെയ്യാമെന്ന് മാത്രമാണ്. നമുക്ക് പല മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഡയമണ്ട് എന്ന മെറ്റീരിയലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. തിന്നർ ബേസാണ്. ഡയമണ്ടിൻ്റെ ഗ്രേ കളറാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മളത് പൂർണ്ണമായിട്ട് തറയൊക്കെ കഴുകി വൃത്തിയാക്കണം. അതിനകത്ത് അഴുക്കൊന്നും ഉണ്ടാകാൻ പാടില്ല. നിലവിൽ ഇപ്പോൾ നിങ്ങളത് ചെയ്ത് വൃത്തിയാക്കിയിട്ടേക്കുവാണ്. ഡയമണ്ടിൻ്റെ അല്ലെങ്കിൽ ഏത് ഫ്ലോർ കോട്ടിനാണ് അത് മിക്സ് ചെയ്യുന്നത് പ്രധാന ഘടകമാണ്. നമ്മളത് ഒഴിക്കുമ്പോൾ അതിൻ്റെ ശരിക്കുള്ള കളറ് കാണാൻ കഴിയില്ല. അതായത് നമുക്ക് വെള്ള കളറായിട്ടാണ് വരുന്നത്. പക്ഷേ അത് ഓയിലും അതിൻ്റെ ആ മിക്സിങ്ങും കൂടെ കറക്റ്റായി മാത്രമേ അതിൻ്റെ കറക്റ്റ് കളറിലേക്ക് കിട്ടുള്ളൂ. നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം. ടിന്നിൽ തന്നെ നമുക്ക് എഴുതിയിട്ടുണ്ടാവും നന്നായിട്ട് വൃത്തിയായിട്ട് നല്ല ഇളക്കിയിട്ടേ ഉപയോഗിക്കാവുള്ളൂ. നമ്മൾ നോക്കിയിട്ട് നമ്മൾ വ്യക്തമായിട്ട് കലക്കണം. അതിനാവശ്യമായിട്ട് നമ്മൾ കമ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വ്യക്തമായിട്ട് ആ കളറിലേക്ക് എത്തുന്നവരെ നമ്മൾ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം കറക്റ്റ് കളറ് ആയതിനു ശേഷം നമുക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഉണ്ടോ, കറക്റ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രഷോ റോളറോ അല്ലെങ്കിൽ സ്പ്രേയോ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ പല കളറുള്ളതുകൊണ്ട് തന്നെ ബ്രഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡയമണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൂടുതൽ കവറിങ് ഉണ്ട്. ഡാർക്ക് കളറിലും ലൈറ്റ് കളറിലും ആ ഗ്രേ പെട്ടെന്ന് അങ്ങോട്ട് കവറിങ് ആയി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മെറ്റീരിയൽ കുറച്ച് മതിയാവും. മൂന്ന് കളറായിരുന്നു അവിടെ അടിച്ചിരുന്നത്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഗ്രേ അടിക്കുന്നത്. ആ ഒരു കോമ്പിനേഷൻ മാറ്റി വീടിന് വൈറ്റാണ് അവർ മെയിൻ കളർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വൈറ്റും ഗ്രേ ആണ് അവർ വീട്ടുകാർ നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ ഗ്രേ അടിക്കുന്നത്. കുറേ കാലം റെഡും ആ കോമ്പിനേഷൻ കിടന്നത് മാറ്റി ഗ്രേയും വൈറ്റും. വീടിൻ്റെ ഭിത്തിക്ക് നമ്മൾ ബിർളയുടെ ന്യൂസ്റ്റാർ ഷൈനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഷൈനിങ് ഉണ്ട് ഫ്ലോർ കോട്ട് ഡയമണ്ടിന്. അതൊരു പ്രത്യേകതയാണ്. മറ്റുള്ളതിനെ പോലെയല്ല. വാട്ടർ ബേസിനെക്കാട്ടും കുറച്ചൊരു ഷൈനിങ്ങും കൂടുതലുണ്ട്. നമ്മളൊരു പകുതി ഭാഗം വരെ അടിച്ചെത്തിയിട്ടുണ്ട്. ആദ്യം കിടന്നിരുന്നത് ഇവിടെ ഫുള്ള് അടിക്കാനുള്ളതാണ്. ഏരിയ കൂടുതലുണ്ട് ഇതിന്. ഈ ഒരു കോമ്പിനേഷനായിരുന്നു. കുറേ കാലം കണ്ടപ്പോൾ വീട്ടുകാർക്ക് മാറ്റണം തോന്നി. അപ്പോൾ അവർ ആവശ്യപ്പെട്ടപ്പോൾ ഫുൾ ഗ്രേ ഇടുന്നുണ്ടോ. വീടിനും ഗ്രേ ആണ്, ഓടിന് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം ചെയ്യാം. ഗ്രേ ഉണ്ട്, വൈറ്റ് ഉണ്ട്, റെഡുണ്ട്, ബ്ലാക്ക് ഉണ്ട്, പല കളർ അവൈലബിൾ ആണ്. നമ്മൾ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് വൈറ്റും ഗ്രേയും കോമ്പിനേഷനാണ്. ഡയമണ്ടിൻ്റെ ബിർളയുടെ കോമ്പിനേഷൻ.